കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായി നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തീശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ. ഇടുക്ക് വാതിലൂടെ അകത്തു കടക്കുവിൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കം അത്രേ. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ക്രിസ്തീയ ജീവിതം എന്താണ് എന്നതിനുള്ള ഏറ്റവും വ്യക്തമായ ഒരു മറുപടിയാണ് കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ ഇവിടെ പരാമർശിക്കുവാൻ തക്കവണ്ണം ഇടവരുന്നത്, അല്ലേ? നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും മനസ്സുകൊണ്ട് ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ സന്തോഷകരമായിട്ടുള്ള, ഇല്ലെങ്കിൽ എല്ലാ ജീവിതത്തിലെ ആസ്വാദനങ്ങളും അനുഭവിച്ച് സന്തോഷത്തോടെ ആഡംബര ജീവിതം നയിച്ച് ഇഷ്ടമുള്ളതെല്ലാം ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിലാണ് നമ്മൾ ഇരിക്കുന്നത്. പാപപങ്കിലമായൊരു ലോകമാണ് നമ്മുടെ ലോകം, അല്ലേ? പാപം നിറഞ്ഞ ലോകത്തിന് എല്ലാ പ്രവൃത്തികൾക്കും നിയമപരമായിട്ടെല്ലാ സാധുതകളുമുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ വാക്യത്തിന് പ്രസക്തി ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. യേശു എന്താണ് നമ്മെ പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ, ഇടുക്കുവാതിലൂടെ കടക്കുവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുവിൻ. ഇടുക്കുവാതിലൂടെ കടന്നാൽ ഉള്ളൊരു ഗുണം എന്ന് പറയുന്ന അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തുവാ? ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത് അത്രേ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മുടെ പെന്തിക്കോസ്ത മേഖലകൾക്കകത്ത് സ്നാനം നടക്കുന്ന സമയത്ത് മിക്കപ്പോഴും നമ്മൾ പാടുന്നൊരു പാട്ടുണ്ട്, ഈ വഴി വളരെ ഇടുക്കം ഞെരുക്കം, ആരിത് കടന്നിടുമോ സ്തോത്രം എന്ന് പാടുന്ന ഒരു പാട്ടിൻ്റെ വരിയുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? സ്നാനപ്പെട്ട് കഴിയുമ്പോൾ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവസഭ എന്ന സ്തോത്ര ദൈവരാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ നമ്മൾ നിൽക്കുന്ന സമയത്ത് പിന്നെ നമ്മുടെ ജീവിതം പല മേഖലകളിൽ ലോക്ക് ചെയ്യപ്പെടുകയാണ്. നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കാൻ പറ്റത്തില്ല, ഇഷ്ടം പോലെ പറയാൻ പറ്റത്തില്ല, ഇഷ്ടം പോലെ നടക്കാൻ പറ്റത്തില്ല, ഇഷ്ടം പോലെ നിൽക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിനകത്തേക്ക് കടന്നു വരും. ഇതെല്ലാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സ്തോത്രം ഇടുക്ക് വാതിലൂടെ കടന്നെങ്കിൽ മാത്രമേ നമുക്ക് എവിടെ എത്തിച്ചേരാൻ കഴിയത്തുള്ളൂ, സ്വർഗരാജ്യത്തിൽ നമുക്ക് എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ മനസ്സിലാക്കണം. സ്തോത്രം. എന്നാൽ ഈ ലോകം വിശാലതയുള്ളതാണ്, വഴി വിശാലമാണ്, അതിലൂടെ കടക്കുന്നവർ ഒരുപാട് ആൾക്കാർ, അല്ലേ? പാപം ചെയ്യുവാൻ ഇന്ന് നമ്മുടെ ന്യൂ ജനറേഷൻ ചർച്ചസ് പോലും പലപ്പോഴും ഡിക്ലെയർ ചെയ്യുന്നൊരു ഭാഗമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജീവിക്കാം, നിങ്ങൾക്ക് ഇഷ്ടം പോലെ നടക്കാം, ഇഷ്ടം പോലെ പ്രവർത്തിക്കാം, ഇഷ്ടമുള്ളത് ചെയ്യാം, കുഴപ്പമില്ല, നിങ്ങൾ ആരാധിച്ചാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പഠിപ്പിക്കുന്ന മേഖലകളുണ്ട്. അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന അനേകരുമുണ്ട്. സ്തോത്രം. എന്താ സംഭവിക്കുന്നത്? നിശ്ചയമായിട്ടും ഈ മേഖലകളിലൂടെ യാത്ര ചെയ്യുന്നവർ എല്ലാം ആകാം, എല്ലാം പെർമിറ്റഡ് ആണ്, ഒരു കുഴപ്പവുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അനുഭവിച്ച് ആസ്വദിച്ച് ലൈഫ് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാം എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഉറപ്പായി മനസ്സിലാക്കുക, ഈ വചനം പറയുന്നത് അത് നിങ്ങളെ എത്തിക്കുന്നത് നാശത്തിലേക്കാണ് എന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ട് ദൈവവചനം പറയുന്ന ഇടുക്ക് വാതിലൂടെ കടക്കുവാൻ നിങ്ങൾ ആഗ്രഹിപ്പീൻ, അത് നിത്യജീവൻ നൽകുന്ന ഒന്നാണ്. അതിലൂടെ പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുകയും കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങൾ ഒരുമിച്ച് ആശ്രയിക്കുകയും ചെയ്യുന്ന അനേകർക്ക് ദൈവരാജ്യത്തിൻ്റെ അവകാശിയായി മാറപ്പെടുവാൻ സ്വർഗമിടവരുത്തിയാട്ട് സമസ്തവും ഏൽപ്പിക്കുന്ന മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.